അപ്പോൾ മുഖ്യമന്ത്രിയല്ലേ ഇന്നലെ അവിടെ മറുപടി പറഞ്ഞത്. അപ്പം പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ നാക്കിറങ്ങിപ്പോയവരെ പോലെയല്ലേ അവിടെ ഇരുന്നത്. സഭയിൽ അത് മുഴുവൻ കേട്ടുകൊണ്ട് അവിടെ ഇരുന്നപ്പോൾ അവർക്ക് ചോദിക്കാമായിരുന്നല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവ് ഇറങ്ങിപ്പോയിരുന്നോ? സഭയിൽ അദ്ദേഹത്തെ ഇരുത്തിയല്ലേ പറഞ്ഞത് മുഖ്യമന്ത്രി. ജനങ്ങൾ മുഴുവൻ എന്താ ഇവരുടെ കുത്തകയാണോ? നമുക്ക് കാണാമല്ലോ, പ്രക്ഷോഭമായിട്ടൊന്ന് വരട്ടെ, നമുക്ക് കാണാം. എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ചോദിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോടും പ്രതിപക്ഷ നേതാവ് VD സതീശനോടും നിങ്ങളുടെ നാവിറങ്ങിപ്പോയായിരുന്നുവെന്ന്. ഇന്നലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറവേ മുഖ്യമന്ത്രി ബ്രൂവറി വിവാദത്തെക്കുറിച്ചും വ്യക്തമായിട്ട് സംസാരിച്ചായിരുന്നു. പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും സഭയിലും സഭയ്ക്ക് പുറത്തും പറഞ്ഞ കാര്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി ആ 2 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ മുഖ്യമന്ത്രി നൽകിയിരുന്നു. ഇത് പ്രസ് TV ഇന്നലെ വാർത്തയാക്കിയതുമാണ്. ആ സമയത്തൊന്നും വ്യക്തമായിട്ട് പ്രതിപക്ഷം എണ്ണീറ്റൊരു ചോദ്യം ചോദിച്ചില്ല. ചോദ്യം ചോദിച്ച പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനും അപ്പോൾ തന്നെ മറുപടി പറയുകയും ചെയ്തു മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെയാണ് MP രാജേഷ് ഇപ്പോൾ ചോദിക്കുന്നത് നിങ്ങളുടെ നാവിറങ്ങിപ്പോയായിരുന്നു. ഒരു വ്യക്തമായ ആരോപണം ഉന്നയിക്കാൻ പറ്റാതെ പൂർണ്ണമായും പ്രതിപക്ഷം പ്രതിരോധത്തിലാണ്. ആ അവസരമാണ് ഇവിടെ എക്സൈസ് മന്ത്രി MP രാജേഷ് ഉപയോഗപ്പെടുത്തുന്നത്. എന്തായാലും പ്രതിപക്ഷം പരിപൂർണമായും ഡിഫൻസീവ് പോയിരിക്കുകയാണ്. അത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് MP രാജേഷ് ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ സംസാരിച്ചത്. ഇന്നലെ മുഖ്യമന്ത്രി വിശദമായിട്ട് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും വഴങ്ങിക്കൊടുത്തല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവ് ഇറങ്ങിപ്പോയിരുന്നോ? സഭയിൽ അദ്ദേഹത്തെ ഇരുത്തിയല്ലേ പറഞ്ഞത് മുഖ്യമന്ത്രി. പ്രതിപക്ഷം പരിഹാസ്യരായിരിക്കുകയാണ്, പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ട സ്ഥിതിയാണ്. ഇന്നലെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു ഞരങ്ങൽ പോലും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ് ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ്? അപ്പോൾ പ്രതിപക്ഷം ഒരിക്കൽ കൂടി തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നു. ഏതെല്ലാം തരത്തിലുള്ള അപവാദങ്ങളാണ് ഈ സർക്കാരിനെതിരെ കൊണ്ടുവരുന്നത് എന്നത് മറ്റൊരു ഒരു ഉദാഹരണം കൂടിയായിട്ട് മാറിയിരിക്കുകയാണ്. അതിന് പ്രതിപക്ഷത്തോട് നന്ദിയുണ്ട്, സ്വയം വെളിപ്പെടുത്തിയതിന്. ഈ കമ്പനിയുടെ മുൻകാല ചരിത്രമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ട് പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്താ ആരോപണം ഇപ്പോൾ? അതാണ് അറിയേണ്ടത്. എന്താണ് ഇപ്പോൾ ആരോപണം? ഞാനിത് കുറേ ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ പ്രതിപക്ഷം പറയണം, അല്ലെങ്കിൽ അതൊക്കെ ഏറ്റുപിടിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകൾ പറയണം. എന്താണ് ഇപ്പോൾ ആരോപണം? ഒരു ആരോപണം ഉണ്ടായില്ലല്ലോ. ആരോപണമുണ്ടെങ്കിൽ മിനിമം ഒരു അടിയന്തര പ്രമേയമെങ്കിലും ഇത്രയും വലിയ പ്രശ്നമായിട്ട് അവർ ഉയർത്തിക്കൊണ്ടുവന്നതിൽ കൊണ്ടുവരാൻ കഴിഞ്ഞല്ലോ. ഞാൻ വെല്ലുവിളിച്ചതല്ലേ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ കഴിയുമോ? ഭീരുക്കളെ പോലെ ഒളിച്ചോടുകയല്ലേ? അതല്ലേ ഇന്നലെയും കണ്ടത്. അപ്പോൾ മുഖ്യമന്ത്രിയല്ലേ ഇന്നലെ അവിടെ മറുപടി പറഞ്ഞത്. അപ്പം പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ നാക്കിറങ്ങിപ്പോയവരെ പോലെയല്ലേ അവിടെ ഇരുന്നത്. സഭയിൽ അത് മുഴുവൻ കേട്ടുകൊണ്ട് അവിടെ ഇരുന്നപ്പോൾ അവർക്ക് ചോദിക്കാമായിരുന്നല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ശരി, ഏത് കേരളത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനാണോ ഇപ്പോൾ പുതിയ ശ്രമം? ആണോ? കാര്യങ്ങൾ നിങ്ങൾക്ക് വസ്തുത യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. നിലവിലൊരു വർഷം കേരളത്തിന് ഏതാണ്ട് 10 കോടി ലിറ്റർ, കഴിഞ്ഞ വർഷം ഇറക്കുമതി ചെയ്തത് 9.26 കോടി ലിറ്റർ സ്പിരിറ്റാണ്. സ്പിരിറ്റിൻ്റെ പ്രധാന ഉപയോഗം മദ്യമാണെന്നാൽ മദ്യം മാത്രമല്ല, വേറെയും പ്രധാനപ്പെട്ട ചില ഉപയോഗങ്ങളുണ്ട്. ഭാവിയിൽ എത്തനോൾ പെട്രോളിലും അതുപോലെ ഇന്ധനത്തിലും ബ്ലെൻഡ് ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ ഒരു നയം തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്പിരിറ്റിൻ്റെ ഡിമാൻഡ് കൂടും. ആശുപത്രികൾക്ക് സ്പിരിറ്റ് ആവശ്യമുണ്ട്, പല ആവശ്യങ്ങൾക്കും. ഇതൊരു വ്യാവസായിക ഉൽപ്പന്നമാണ് ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ. ചിലരുടെ വിചാരം സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മദ്യത്തിലടിക്കാനുള്ള സാധനം മാത്രമാണെന്നാണ്. ഇതൊരു വ്യാവസായിക ഉൽപ്പന്നമാണ്, മറ്റേതൊരു വ്യവസായവും വരുന്നത് പോലെയാണ്. അതിവിടെ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. എക്സൈസ്, ഡിസ്റ്റിലറി, മദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പണ്ടേ ഒരു വിവാദ മൂല്യമുണ്ടല്ലോ. അതൊന്ന് ഊതി കത്തിക്കാമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിൽ അതാണ് ഇന്നലെ പൊളിഞ്ഞു പോയത്. അതല്ല, ഈ ജനങ്ങളെ കണി നടത്തിയ വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കാൻ പോവാണ് കോൺഗ്രസ്. പിന്നെ നമുക്ക് കാണാമല്ലോ, അത് നടക്കട്ടെ. ജനങ്ങൾ മുഴുവൻ എന്താ ഇവരുടെ കുത്തകയാണോ? നമുക്ക് കാണാമല്ലോ, പ്രക്ഷോഭമായിട്ടൊന്ന് വരട്ടെ, നമുക്ക് കാണാം. പാലക്കാട് ഇപ്പം അതെ, ഞാൻ പാലക്കാട്ടുകാരനാണ്. ഞാൻ പാലക്കാട്ടുകാരനാണ്. പാലക്കാട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ വ്യവസായം വരണം എന്നുള്ളതാണ്, അവിടെ വികസനവും തൊഴിലുണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ അഴിമതി ഇപ്പം എങ്ങനെ പൊളിഞ്ഞു പോയോ അതുപോലെ തന്നെയാണ് ജലചൂഷണം എന്ന ഈ വ്യാജ കഥയും.
നമസ്കാരം.